നാന്യാസ്പൃഹാരഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ച ഭവാൻ അഖിലാന്തരാത്മാ ഭക്തിം പ്രയച്ഛ രഘുപുംഗവ നിർഭരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം ച. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത്സമേത ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമഃ. ഹരി ഓം. എല്ലാ ധന്യാത്മാക്കൾക്കും വിനീത നമസ്കാരം. ഈ ഉള്ളവൻ്റെ പേര് ശ്രീശുകൻ CB. കൊല്ലം ജില്ലയിൽ വാളകത്ത് പെരുമണ്ണൂർ ദേശത്ത് താമസിക്കുന്നു. ഈ വർഷത്തെ കർക്കിടക വാവ് ബലി തർപ്പണാദികൾക്കായി ചരിത്രപ്രസിദ്ധമായ പുണ്യഭൂമിയായ ശ്രീരാമചന്ദ്ര പ്രഭു പ്രത്യക്ഷത്തിൽ വിളങ്ങുന്ന വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് മുഖ്യപുരോഹിതനായി വരുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമായി കരുതുകയാണ്. അതിന് ഞാൻ ആദ്യമായി കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്തും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥനുമായ ശ്രീമാൻ രജീഷ് ജി അവർകളാണ്. അതോടൊപ്പം തന്നെ ക്ഷേത്രം ഉപദേശ സമിതി പ്രസിഡന്റ്, സെക്രട്ടറി, ക്ഷേത്രത്തിലെ മേൽശാന്തി തുടങ്ങി ദേവസ്വം ബോർഡിലെ എല്ലാ ഉദ്യോഗസ്ഥർ എല്ലാവർക്കും ഈ ഉള്ളവൻ്റെ വിനീത നമസ്കാരം. ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണാദികൾ ജൂലൈ മാസം 24-ാം തീയതി, അതായത് കർക്കിടക മാസം 8-ാം തീയതി വരികയാണല്ലോ. പിതൃ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണ്. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, നരയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം. ഇങ്ങനെ ഒരു മനുഷ്യൻ നിത്യവും അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളെ ആചാര്യന്മാർ നമ്മുടെ മുന്നിൽ സ്മൃതി ഗ്രന്ഥങ്ങളിൽ വളരെ ഭംഗിയായി വിവക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പിതൃകർമ്മം നമ്മൾ ഓരോരുത്തരും നിത്യവും അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മമാണ്. ഈ വരുന്ന കർക്കിടക മാസം 8-ാം തീയതി വ്യാഴാഴ്ച ഭാരതമൊട്ടാകെയല്ല, ലോകമൊട്ടാകെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും പൂർവികരെ, നമ്മുടെ പിതൃക്കളെ ആദരിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ആ അമാവാസിയിലെ പാർവണ ശ്രാദ്ധം നമ്മളെല്ലാവരും അനുഷ്ഠിക്കുന്ന പുണ്യദിവസം വരാൻ പോവുകയാണ്. അന്നേ ദിവസം കഴിയുന്നതും തലേന്ന് വ്രതനിഷ്ഠയോടുകൂടി ഈ കർമ്മത്തിൽ പങ്കെടുക്കുക. ഒരിക്കൽ ഊണ് സാധിക്കുമെങ്കിൽ ഒരിക്കൽ എടുത്തുകൊണ്ട് പിറ്റേ ദിവസം ഈ വ്രതചര്യകളിൽ പങ്കെടുക്കുന്നത് വളരെ വിശേഷമാണ്. നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ഭൗതിക ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ പൂർവികരെ പൂജ്യാൻ വ്യതിക്രമാല് പ്രതിബദ്ധ്നാതി ശ്രേയ എന്ന് പറയും ആചാര്യന്മാർ. പൂജ്യന്മാരായിരിക്കുന്നവരെ, നമ്മുടെ പൂർവികരെ, നമ്മുടെ മാതാമഹന്മാരെ, പിതാമഹന്മാരെ, പ്രപിതാമഹന്മാരെയൊക്കെ അവരെ നിത്യവും നമ്മൾ സ്മരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത്. അവർ സമ്പാദിച്ച ഭൗതിക ആധ്യാത്മിക സമ്പത്താണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിൽ വരുന്ന പ്രത്യേകിച്ച് ദക്ഷിണായന കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. അമാവാസിയിലെ പാർവണ ശ്രാദ്ധം എന്ന് പറയുന്നത് ഏകോദ്ദിഷ്ട ശ്രാദ്ധമല്ല, നേരെ മറിച്ച് ബഹുദ്ദിഷ്ട ശ്രാദ്ധമാണ്. എന്ന് പറഞ്ഞാൽ സകല പിതൃക്കളെയും ഉദ്ദേശിച്ചുള്ള ശ്രാദ്ധമാണ്. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൽ ബലിതർപ്പണാദികൾ വരും. അപ്പോൾ അങ്ങനെയുള്ള ഈ മഹത്തായ കർമ്മം നമ്മൾ ഇതൊരു മഹത്തായ മഹാസങ്കല്പം ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത്. നമുക്കറിയാം, ശ്രീരാമചന്ദ്ര പ്രഭു അദ്ദേഹം ത്രേതായുഗത്തിൽ അവതാരമെടുത്ത് അദ്ദേഹം തൻ്റെ പിതാവിന് വേണ്ടി ബലിതർപ്പണാദികളും അന്ത്യേഷ്ടി കർമ്മങ്ങളും ഒക്കെ ചെയ്തത് രാമായണത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്തിന് ധർമ്മം ആചരിച്ചു കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മർത്യ ശിക്ഷണാർത്ഥമാണ്. നമ്മളെയൊക്കെ നേർവഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ കർമ്മം ചെയ്തിരിക്കുന്നത്. ഭഗവാൻ ഒരു കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഭഗവാൻ എന്തിന് ഇതൊക്കെ അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ ധർമ്മം ആചരിക്കാനുള്ളതാണ്. അങ്ങനെ നമ്മൾ ഏത് മാർഗത്തിൽ യാത്ര ചെയ്യണമെന്ന് നമ്മളെ ജീവിച്ച് കാണിച്ച മര്യാദാ പുരുഷോത്തമനായ, മാതൃകാ പുരുഷോത്തമനായ, ധർമ്മവിഗ്രഹമായ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ഐതിഹ്യത്താൽ, അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് പുണ്യഭൂമിയായ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വന്ന് ബലിതർപ്പണാദികളിൽ പങ്കെടുക്കുമ്പോൾ അത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ്. ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് മഹാസങ്കല്പ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ആ മഹാസങ്കല്പം തന്നെ വളരെ വിശേഷമാണ്. ഏത് ദേശത്തൊരു പുണ്യഭൂമിയിലിരുന്ന് ഗംഗ, യമുന തുടങ്ങിയ പുണ്യനദികളുടെ, ഗയ തുടങ്ങിയ മഹാതീർത്ഥങ്ങളുടെ സന്നിധിയിലിരുന്നു കൊണ്ടാണ് ശ്രാദ്ധാദി കർമ്മങ്ങൾ നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ആ മഹാസങ്കല്പത്തിൽ ഇങ്ങനൊരു വരിയുണ്ട്: അസ്മാകം സഹകുടുംബാനാം സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ അഭിവൃദ്ധ്യർത്ഥം ധർമ്മ അർത്ഥ കാമ മോക്ഷ ചതുർവിധ പുരുഷാർത്ഥ ഫലസിദ്ധ്യർത്ഥം പിതൃകർമാഖ്യം കർമ്മ കരിഷ്യേ എന്ന് പറഞ്ഞാണ് മഹാസങ്കല്പം ചൊല്ലുന്നത്. അപ്പോൾ ചതുർവിധ പുരുഷാർത്ഥങ്ങളും ധർമാർത്ഥ കാമ മോക്ഷങ്ങളും നമുക്ക് ഈ പഞ്ചമഹായജ്ഞങ്ങളിൽപ്പെട്ട പിതൃകർമ്മം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഏതെല്ലാം തരത്തിലുള്ള ദുരിതങ്ങൾ നമുക്ക് സാമ്പത്തികമായിട്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി, ഐശ്വര്യം, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുടെ ലഭ്യത, മറ്റ് പലതരത്തിലുള്ള അനാരോഗ്യങ്ങൾ മൂലം, പല മഹാരോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവർക്കൊക്കെ തന്നെയും ജ്യോത്സ്യന്മാരുടെ ചാർത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിതൃപൂജ, പിതൃക്കളുടെ അനുഗ്രഹം നേടണം എന്ന് നമ്മൾ കാണാറുണ്ട്. പ്രശ്നവശാൽ നോക്കുമ്പോൾ പിതൃക്കളുടെ അനുഗ്രഹത്തിൻ്റെ കുറവുണ്ട് എന്നൊക്കെ പ്രശ്നാദികളിലൊക്കെ നമുക്ക് കുടുംബ പ്രശ്നങ്ങളും ദേവപ്രശ്നം വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിത്യവും ചെയ്യുന്ന കർമ്മമാണ്. നിത്യവും ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഈ അമാവാസിയിൽ, ഈ ജൂലൈ മാസം 24-ാം തീയതി, കർക്കിടക മാസം 8-ാം തീയതി നടക്കുന്ന ആ മഹാസംഗമത്തിൽ 10,000-കണക്കിന് ധന്യാത്മാക്കൾ വന്ന് ഒരുമിച്ചിരുന്നു കൊണ്ട് ആ മഹാസങ്കല്പം ചൊല്ലി നമ്മളുടെ പൂർവികരെ നമ്മൾ ബലിതർപ്പണാദികളോടുകൂടി ആദരിക്കുമ്പോൾ നമുക്കറിയാം, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കും. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ആത്യന്തികമായിട്ട് പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന, അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു വിഹിതം, ഫലം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അതൊരു കർമ്മമാണ്. പിതൃകർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കർമ്മം ചെയ്യുന്ന ആളിന് അതിൻ്റെ ഫലം കിട്ടും. അപ്പം നമ്മുടെ മാനസികമായിട്ടുള്ള ശാന്തി, സ്വസ്ഥത, സമാധാനം, ആന്തരികമായ നിറവ് എല്ലാം ഈ പിതൃകർമ്മത്തിലൂടെ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മളുടെ ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമാണ്. അപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു ദിവസം ചെയ്യുന്ന ഈ കർമ്മം പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം വർഷം മുഴുവനും കിട്ടിയതിൻ്റെ ഒരു പ്രതീതിയാണ്. പ്രത്യേകിച്ച് ദക്ഷിണായന കാലഘട്ടം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വളരെ വിശേഷമായ സമയമാണ്. അപ്പോൾ അന്ന് ആ അമാവാസി സകല പിതൃക്കളും നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മളുടെ അടുത്ത് വന്ന്
സന്നിഹിതരായി നമ്മൾ ചെല്ലുന്ന ഓരോ മന്ത്രങ്ങളും സ്തുതികളും നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മളവർക്ക് ബലിതർപ്പണാദികളിലൂടെ തിലം, കൃഷ്ണതിലം, അതോടൊപ്പം തന്നെ കുശം, ആ ദർഭ എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുള്ളതാണ് ദർഭ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിലെടുക്കുന്ന എള്ള് എന്ന് പറയുന്നത് ഏറ്റവും ഔഷധ ഗുണമുള്ള ഒരു വസ്തുവാണ്. അതോടൊപ്പം തന്നെ എല്ലാ ദേവന്മാരുടെയും സാന്നിധ്യമുള്ള വസ്തുവാണ് കൃഷ്ണതിലം എന്ന് പറയുന്നത്. പിന്നെ തുളസിയില, മഹാവിഷ്ണുവിൻ്റെ വളരെ വിശേഷമായ സാന്നിധ്യമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവാണ് തുളസീദളം എന്ന് പറയുന്നത്. പിന്നെ ചെറുള, കറുക, ഉണക്കലരി, കൃഷ്ണതിലം അതായത് കാരെള്ള് തുടങ്ങിയ വസ്തുക്കളൊക്കെ കൊണ്ട് നമ്മൾ പിന്നെ പിണ്ട ബലി, നമ്മൾ പിണ്ടം ഉരുട്ടി നമ്മൾ ആ പിതൃക്കൾക്ക് ശരീരം സങ്കല്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചുറ്റും ബലി തൂവും. ഇതൊക്കെ എത്രയോ ശാസ്ത്രീയമായി നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു നൽകിയിരിക്കുന്ന അറിവാണ്. അപ്പം ഇങ്ങനൊരു മഹത്തായ കർമ്മം എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ പുണ്യ സന്നിധിയിൽ, ക്ഷേത്ര സന്നിധിയിൽ നടന്നു വരുന്നു. ഈ വർഷം ഈശ്വരാനുഗ്രഹം കൊണ്ട്, ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ പ്രിയ സുഹൃത്ത് രജീഷ് ജി അവറുകളുടെ ആ സ്നേഹപൂർണമായ ക്ഷണം കൊണ്ട് ഇങ്ങനൊരു സന്നിധിയിലേക്ക് വരുവാൻ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. ഈ വർഷത്തെ ഈ മഹാ സത്കർമ്മത്തിൽ, ബലിതർപ്പണാദികളിൽ, തിലഹവനങ്ങളിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ പുണ്യ സത്കർമ്മത്തിൽ മുഴുവൻ ഭക്തജനങ്ങളും പങ്കെടുക്കണം. എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം നേടണം, പിതൃക്കളുടെ അനുഗ്രഹം നേടണം. ഒരിക്കൽ കൂടി വ്രതചര്യയോടുകൂടി, ആ തപസ്സോടുകൂടി നമ്മൾ ഈ കർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമാകും, നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടും. അതിനുവേണ്ടി പൂർവ്വ പിതാമഹന്മാരെ, മൂലപിതൃക്കളെ, ആദിപിതൃക്കളെ, വസുരുദ്ര ആദിത്യ സ്വരൂപാൻ എന്നാണ് മന്ത്രം പറയുന്നത്. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന 4 തലമുറ വരെയുള്ള മൂലപിതൃക്കൾ, അവർക്ക് പുറകോട്ട് പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്ന ആദിപിതൃക്കൾ, അപ്പോൾ അവരെയൊക്കെ നമ്മൾ ആവാഹിച്ച്, അവരെയൊക്കെ നമ്മൾ പൂജ കഴിച്ച്, ഷോഡശോപചാര പൂജകൾ കഴിച്ച്, വേദം രചിച്ച ഋഷിമാർ തൊട്ട് ദേവന്മാർക്ക് തൊട്ട് എല്ലാവർക്കും, പിതൃക്കൾക്കടക്കം സകലർക്കും തർപ്പണം നടത്തി നമ്മൾ ഷോഡശോപചാര പൂജകളോടുകൂടി മഹാമന്ത്രങ്ങളൊക്കെ ചൊല്ലി, വേദമന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ ഈ കർമ്മം സമർപ്പിക്കുമ്പോൾ അത് ജലത്തിൽ, ആ പുണ്യ തീർത്ഥത്തിൽ നമ്മൾ കൊണ്ട് സമർപ്പിച്ച് ക്ഷേത്രത്തിൽ ഭഗവാന്റെ ദർശനം നടത്തി, തിലഹവനം നടത്തി, പ്രസാദമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ഒരു ഉള്ളിൽ ഒരു നിറവ്, ഒരു ആന്തരികമായ തൃപ്തി, ആ പിതൃക്കളുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. അപ്പോൾ എല്ലാവരെയും നമ്മളുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് ജൂലൈ മാസം 24-ാം തീയതി നടക്കുന്ന കർക്കിടക മാസം 8-ാം തീയതി വ്യാഴാഴ്ച രാവിലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ വലിയ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഈ പിതൃതർപ്പണാദി ശ്രാദ്ധകർമ്മങ്ങളിലേക്ക് ഭഗവാന്റെ നാമത്തിൽ സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ ശ്രീമന്നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമഭിഹിതം വാ സർവമേതൽക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീമഹാദേവശംഭോ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ രാമായ സീതായ പതയേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ. എല്ലാവർക്കും നമസ്കാരം.